ഇവിടെ ശ്രീ അനിൽകുമാർ, നേരത്തെ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ സാങ്കേതിക തടസ്സം കൊണ്ടാണ് അതിൻ്റെ ഫ്ലോയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിലെ തന്നെ ആ താല്പര്യക്കാരുടെ, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ആ താല്പര്യവുമായി നിരന്തരം സഞ്ചരിക്കുന്നവരുടെ ഒരു വലിയ, കുറേ കാലമായിട്ടുള്ളൊരു വലിയ അജണ്ട അതിൻ്റെ പുറത്ത് നടപ്പാക്കിക്കൊണ്ടുവന്നത് വളരെ സ്പഷ്ടമായി പരാജയപ്പെടുന്നത്, പൊളിയുന്നതാണോ ഇന്ന് കണ്ടത്? ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളുടെ ഇലക്ട്രൽ ബോണ്ടാണ്. അതിനെ തുടക്കം തൊട്ട് തന്നെ എതിർത്തു CPIM 2019 മുതൽ. അന്ന് മുതൽ ഈ ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിക്കൊണ്ടിരുന്ന, കോടികൾ വിഴുങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ബൂർഷ്വാ പാർട്ടികൾക്കും അതിനെ പിന്തുണച്ചുകൊണ്ടിരുന്നവർക്കും CPM കണ്ണിലെ കരടാണ്. അതുകൊണ്ട് CPIMൻ്റെ ഗവൺമെൻറ്റിനെ അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക എന്നത് അവരൊരു അജണ്ടയാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബന്ധവുമില്ലായിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ഈന്തപ്പഴത്തിൻ്റെ മറവിൽ, പിന്നെ ഖുറാൻ്റെ മറവിൽ, പിന്നെ ലൈഫ് മിഷൻ അഴിമതി, ബിരിയാണി ചെമ്പിൻ്റെ മറവിൽ, ഇങ്ങനെ എല്ലാ ദിവസങ്ങളും വ്യാജങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാധ്യമ പിന്തുണയോടുകൂടി. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടൊരു വാക്ക് തന്നെ മാസപ്പടി. ഇപ്പോൾ ഇടതുപക്ഷത്തെ അവമാനിക്കാൻ മാസപ്പടി എന്ന് വിളിക്കുക, ഉടനെ ഇടതുപക്ഷക്കാർ തല താഴ്ത്തും. ഏതാണ്ട് 20,000 കോടി രൂപയുടെ അഴിമതി നടത്തിയ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഈ ഒരു ആക്ഷേപം ഉന്നയിച്ച മുഖ്യമന്ത്രിയെ, കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായി ഇക്കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കുടുംബാംഗത്തിൻ്റെ പേര് പറഞ്ഞ് അപമാനിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നിയമം അതിൻ്റെ വഴിക്ക് പോയപ്പോൾ 4ാമത്തെ കോടതി വിധിയാണ് വന്നത്. ഇന്ന് വന്നത് ആദ്യത്തെ വിധിയല്ല. ഒരു കേസ് മൂവാറ്റുപുഴ കോടതിയിൽ പോയായിരുന്നു. ആ മൂവാറ്റുപുഴ കോടതിയിലെ കേസിലെ 1ാമത്തെ വിധി എന്ന് പറയുന്നത്, അന്ന് മൂവാറ്റുപുഴ കോടതി കൃത്യമായിട്ട് ചോദിച്ചത് എന്താണ്? ഈ കമ്പനിക്ക് അനുകൂലമായി പിണറായി വിജയൻ സർക്കാർ എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ട്, സഹായം ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പറയണം. അത് പറയാൻ ആ കേസിലെ ഹർജിക്കാരനായ അന്തരിച്ചു പോയ ഗിരീഷ് സാധിച്ചില്ല. അതുകൊണ്ട് ആ കേസിനകത്ത് കൃത്യമായി വിധി വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതിഫലം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് തള്ളിയത്. 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കോട്ടയത്തെ വിജിലൻസ് കോടതിയിലൊരു കേസ് വന്നു, തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിനകത്ത് തീരുമാനമുണ്ടായി. 3ാമതൊരു വിധി വന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടേതാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഈ മണൽ വാരുന്നത് കരിമണൽ കമ്പനിയെ സഹായിക്കാനാണെന്ന് പറഞ്ഞ കേസ് കൊടുത്ത വക്കീലാണ് കുഴൽനാടൻ, ഹർജിക്കാരൻ മറ്റൊരാളാണ്. ഈ വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞെന്താണ്? അന്ന് ആ കേസ് കൊടുത്ത വക്കീലെ ആ ഹർജിക്കാരൻ പറയുന്ന വാദങ്ങളെല്ലാം കൂടെ തൻ്റെ വാദമാക്കി മാറ്റി ഈ കോടതിയിൽ ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒരു പുകമറയുണ്ടാക്കാനാണ് ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ വിധി വന്നിരുന്നെങ്കിലോ? ഞാൻ ഇന്ന് ചർച്ച ഉന്നയിക്കുന്ന ഫസ്റ്റ് പോയിന്റ് അതാണ്. ഈ വിധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ വന്നിരുന്നുള്ള അവസ്ഥ എന്താണ്? കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിധി നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനുള്ള കടന്നാക്രമണത്തിനുള്ളൊരു അവസരമായി. നീതി നിഷേധിക്കപ്പെട്ടു. നമ്മൾക്ക് നേരത്തെ തന്നെ വിധി വന്നെങ്കിലും മാധ്യമങ്ങൾ മര്യാദ കാണിച്ചോ? ഒരു മര്യാദ കാണിച്ചില്ല. ഇന്നത്തെ വിധി വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? കരിമണൽ കമ്പനിക്ക് അനുകൂലമായി പിണറായി വിജയൻ സർക്കാർ ഒരു ഉപകാരവും പ്രത്യേകമായി ചെയ്തിട്ടില്ല. ഇതാണ് അന്തിമമായി പറയുന്നത്. ഇന്ന് രാത്രി കുഴൽനാടൻ പറഞ്ഞാൽ മതി, നമ്മൾ കോടതി വിധി മാറ്റി വെച്ചേക്ക്. UDFകാർ ഇന്ന് രാത്രി പറഞ്ഞാൽ മതി. ഇവിടെ ബഹുമാനപ്പെട്ട വസന്ത് പറയട്ടെ, ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി പ്രകടമായി ആരെങ്കിലും സഹായം ചെയ്തു. ആരാ സഹായം ചെയ്തത്? ആന്റണിയാണ്. ആദ്യം സഹായിച്ചത് കരുണാകരനാണ്. അവിടെ ഓഹരി എടുത്തു KSIDCയുടെ, പിന്നെ ഓഹരി വർദ്ധിപ്പിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി. പിന്നെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി 2003 ലീസ് കൊടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ആന്റണിയാണ്. ആ ആന്റണി നടത്തിയ ലീസ് കൊടുക്കലിന് കേസ് എവിടെ വരെ പോയി? അവസാനം സുപ്രീം കോടതി വരെ പോയിട്ട് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി 2016 ഏപ്രിൽ 8 വിധിയും വന്നു. ഇഷ്ടം പോലെ വാരാമായിരുന്നു. ഞങ്ങളോട് ആരും ചോദിക്കത്തില്ല കേട്ടോ. സുപ്രീം കോടതി വിധി അനുസരിച്ച് 2016 മുതൽ ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഇരുന്ന 3 കൊല്ലക്കാലം ഈ മണൽ വാരിയിരുന്നെങ്കിൽ ഞങ്ങളോട് ആരും ചോദിക്കത്തില്ല, അഴിമതിയാണെന്ന് പറയത്തുമില്ല. അതിന് കാരണം എന്താണ്? വാരാമായിരുന്നു. പക്ഷെ ഒരു തരി മണൽ വാരിയിട്ടില്ല. ഇന്നത്തെ ദിവസവും ഈ കരിമണൽ കമ്പനിയുടെ അവരുടെ സ്ഥലത്തുനിന്ന് ഒരു തരി മണൽ സ്വകാര്യ മേഖലയിൽ ഈ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ വാരാൻ സമ്മതിച്ചിട്ടില്ല. വാരാൻ അനുവാദം കൊടുത്ത ആന്റണി, വാരാൻ സമ്മതിക്കാതിരുന്ന പിണറായി വിജയൻ. ശ്രീ അനിൽകുമാർ, ഞാൻ വസന്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം നേരത്തെ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിൻ്റെ കാലത്ത്, ഇന്നത്തെ വിധിയോടുകൂടി അതൊക്കെ അപ്രസക്തമാണ്, അത് വേറെ കാര്യം. എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ പറഞ്ഞ CMRLന് ഖനനം നടത്താൻ കഴിഞ്ഞില്ലേ, മണ്ണ് കിട്ടിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഖനനം നടന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് ആ കോടതി തന്നെ ഒരു ചോദ്യം കുഴൽനാടനോട് ചോദിച്ചു. KMML എന്ന് പറയുന്ന കമ്പനിയും ഈ കരിമണൽ കമ്പനിയായിട്ട് നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദ്യം നമ്പർ 1. ഇന്ന് രാത്രിയിൽ ഉത്തരം പറഞ്ഞാൽ അത് ബസന്ത്. കുഴൽനാടൻ ഉത്തരം പറഞ്ഞില്ല.
KMML എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. അവർ കരിമണൽ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണൽ മാറ്റുന്നുണ്ട്. അതല്ല, കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമാണ്. ആ മണൽ മാറ്റുമ്പോൾ ആ മണൽ എവിടെ ഉപയോഗിക്കുന്നു? ആ മണൽ തിരിക്കാനായിട്ട് ഇന്ത്യ രാജ്യത്ത് അധികാരമുള്ള ഏക സ്ഥാപനം ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ആണ്. അവരാരാണ്? നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ആ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള IRE എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സാധനം സിന്തറ്റിക് റൂട്ടയിലാക്കുന്നത്. എന്നിട്ട് അവർ ലേലം ചെയ്തോ അല്ലെങ്കിൽ അവർ ടെൻഡറിലൂടെയോ ഈ CMRL വിൽക്കും. അപ്പോൾ ചോദ്യം എന്താണ്? അവർക്ക് മണൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മണൽ കിട്ടിയ വഴി എന്ന് പറയുന്ന IRI ആണ്. IRI മോദിയുടെ കയ്യിലാണ്. എന്താണ് കോൺഗ്രസ്സുകാർക്ക് മോദിയോട് പരാതിയില്ലാത്തത്? എന്താണ് കുഴൽനാടൻ IRIയുടെ കാര്യത്തിൽ പരാതിയില്ലാത്തത്? അവരുടെ ഭാഗത്ത് അനുമതി ആരോപിക്കാത്തത്? കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കമാണ് മാറ്റാനായിട്ട് അവിടുന്ന് മണൽ വാരി മാറ്റണം. മാറ്റുന്നത് പൊതുമേഖലാ സ്ഥാപനമാണ്. ടെൻഡറില്ലാതെ കൊണ്ടുപോയോ? ചോദ്യം കുഴൽനാടനുള്ള കോടതിയുടെ ചോദ്യമാണ്. ടെൻഡറില്ലാതെ കൊണ്ടുപോയോ? CMRL നേരിട്ട് ഒളിച്ചു പേർക്ക് മണൽ കൊടുത്തോ? EWA ബില്ല് കൊടുത്താ പറഞ്ഞ്. ഇത് പ്രതിഫലമില്ലാതെ കൊണ്ടുപോയെന്ന് കുഴൽനാടിന് പോലും കേസില്ല. അതിനർത്ഥം എന്താണ്? ഒരു തരത്തിലും ഒരു ചെറിയ വാചകം കൊണ്ടുപോലും ആ കമ്പനിയെ സഹായിക്കുന്ന ഒരു കാര്യം കേരള സർക്കാർ ചെയ്തിട്ടില്ല. മാത്രമല്ല ശരത്തെ, ഒരു കാര്യം മറന്നു പോകരുത് കേട്ടോ. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം 3 കൊല്ലക്കാലം 2019 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നവരെ 3 കൊല്ലക്കാലം വാരാൻ അവർക്ക് നിയമപരമായി സാധിക്കുമായിരുന്നു. നിങ്ങൾക്ക് നിയമപരമായി 3 കൊല്ലം വാരാം. അങ്ങനെ വാരാൻ പോലും അനുവദിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തെളിയുന്ന കാര്യം എന്താണ്? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപത്തിനും സത്യമില്ല. ഞാൻ പറഞ്ഞ സത്യമില്ല. പിന്നെ കെട്ടിപ്പൊക്കാൻ ആർക്കും പറ്റും. ആ കെട്ടിപ്പൊക്കെട്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കുഴൽനാടനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കുഴൽനാട, നിങ്ങൾ എത്ര കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും സത്യത്തെ കുഴിച്ചു മൂടാനാവില്ല. നിങ്ങൾ കുഴിച്ചു മൂടപ്പെടുക തന്നെ ചെയ്യും.